വയനാടിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറുവാദ്വീപിലെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ നേരെ ഈ ട്രൈബൽ മ്യൂസിയം കാണാൻ വന്നു. കുറുവാദ്വീപിലേക്ക് പോകുന്നതിന് തൊട്ടടുത്ത് തന്നെയാണ് ഈ ട്രൈബൽ മ്യൂസിയം വരുന്നത്. മ്യൂസിയത്തിലേക്ക് ഒരാൾക്ക് ടിക്കറ്റ് ചാർജ് 40 രൂപയാണ് വരുന്നത്. അപ്പൊ നമുക്ക് അകത്ത് കയറി നോക്കാം, അതിനകത്ത് എന്തൊക്കെയാണ് വരുന്നത് നമുക്ക് നോക്കാം. ഈ മ്യൂസിയത്തിന്റെ ഫുൾ ഡീറ്റെയിൽസ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് അകത്ത് കയറിയതിനകത്ത് എന്തൊക്കെയുള്ളത് നോക്കാം. അകത്തേക്ക് കയറുമ്പോൾ നമ്മളൊരു ഗുഹയിലേക്ക് കയറി ചെല്ലുന്നത് പോലെയാണ് തോന്നുന്നത്. അങ്ങനത്തെ ഒരു ഫീലാണ് നമുക്ക് ഇതിനകത്ത് കിട്ടുന്നത്. ഇതിനകത്ത് കൂടെ രണ്ട് സൈഡിൽ കൂടിയും ഓരോ രൂപങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഈ ഗുഹ കഴിഞ്ഞ് നമ്മളെത്തുന്നത് രണ്ട് സൈഡും വെട്ടുകല്ല് കൊണ്ട് പടുത്ത് താഴെയും വെട്ടുകല്ല് വിരിച്ചൊരു സ്ഥലത്തേക്കാണ് നമ്മളെത്തുന്നത്. നല്ലൊരു കൂളിംഗ് ആണ് ഇവിടെ. ആത്മീയതയും മണ്ണിൽ ശിലങ്ങളായി ശില്പങ്ങളായി രൂപപ്പെടുകയും മലയാളം തന്നെ മനസ്സിലാവില്ല. ബ്യൂട്ടി ഓഫ് ജംഗിൾ പ്രബലമായി കാണുള്ളൂ. റിതം ഓഫ് വയനാട്, ഹണ്ടർ. ഇവിടെ നമുക്ക് പണ്ട് കാലത്തുള്ള ആളുകൾ എങ്ങനെയാണ് ജീവിച്ചിരുന്നത് അതുപോലെ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അവരുടെ ആചാരങ്ങളൊക്കെ അതുപോലെ തന്നെ ഇവിടെ കാണിക്കുന്നുണ്ട്. പുറത്തുള്ള ഈ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ നേരെ ഒരു ഹാളിനകത്തേക്കാണ് എത്തുന്നത്. ഇതിനകത്തും ഒരുപാട് കാഴ്ചകളുണ്ട്. ഇതിനകത്ത് ചെല്ലുമ്പോൾ നമുക്ക് കാണുന്നത് പണ്ട് കാലത്ത് അവർ ജീവിച്ചിരുന്ന ജീവിത ശൈലികളും അതുപോലെ കൃഷി രീതികളൊക്കെ നമുക്ക് ഇതിനകത്ത് കാണാം. പഴയ കലാരൂപങ്ങൾ, അതുപോലെ അവർ ധരിച്ചിരുന്ന മാല, അങ്ങനെ സാധനങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് കാണാം.
അങ്ങനെ ഇതിനകത്തുള്ള കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ പുറത്തിറങ്ങി കഴിഞ്ഞ് വലതു ഭാഗത്തേക്ക് നടന്നാൽ ഇതുപോലെ മുകളിലേക്ക് ഒരു കോണി കാണും. കോണി കയറി കഴിഞ്ഞാൽ മുകളിലും കാഴ്ചകളുണ്ട്, ഒരുപാട് പെയിന്റിങ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് അതും കാണാം. ഇവിടെ നമ്മൾ ഒരുപാട് പെയിന്റിങ്സ് കണ്ടു. അതൊന്നും നമുക്ക് മനസ്സിലായില്ലെങ്കിലും ഈ ഒരു ചിത്രം എന്തായാലും മനസ്സിലാകാതിരിക്കില്ല. അപ്പോൾ ഇത്രയും കാഴ്ചകളാണ് ഇവിടെ കാണാനുള്ളത്. നമുക്ക് ടിക്കറ്റ് ഒരാൾക്ക് 40 രൂപയുള്ള വരുന്നത്. കുറുവാദ്വീപ് പോകുന്നതിന് തൊട്ടടുത്ത് തന്നെയാണ് ട്രൈബൽ മ്യൂസിയം വരുന്നത്. ഓപ്പണിംഗ് രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 6 മണി വരെയാണ്. അങ്ങനെ മ്യൂസിയം കണ്ട് ഞങ്ങൾ അവിടെ നിന്ന് നേരെ 900 കണ്ടി പോകാൻ പ്ലാൻ ഇട്ടു. 900 കണ്ടി പോകുമ്പോൾ ഇവിടെ തുഷാരഗിരി വാട്ടർഫാൾസ് ഉണ്ട്, അത് കാണാൻ വേണ്ടി പോയി. പക്ഷെ വഴി തെറ്റി വേറെ എങ്ങോട്ടോ എത്തിക്കണു. അങ്ങനെ അവിടുന്ന് ഞങ്ങൾ തിരിച്ചു പോകുന്നു. നേരെ 900 കണ്ടി പോയി. 900 കണ്ടി എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ബൈക്ക് പാർക്ക് ചെയ്യാൻ ഇവിടെ പേ പാർക്കിംഗ് ആണ്. ബൈക്കിന് 20 രൂപയാണ് വരുന്നത്. അതുപോലെ ഓഫ് റോഡ് ജീപ്പിന് 1200 രൂപയാണ് വരുന്നത്. ഈ 1200 രൂപ വരുന്നത് 6 പേർക്ക് പോകാൻ വേണ്ടിയിട്ടാണ്. ഒരു ജീപ്പിൽ 6 പേരാണ് പോകുക. ഞങ്ങൾ 2 പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടുന്ന് 4 പേരെ വേറെ കിട്ടി. നമ്മൾ ജീപ്പ് എടുത്ത് ഇവിടുന്ന് താഴ്ന്ന ഒരു 7 കിലോമീറ്ററോളം ഉണ്ട് ഗ്ലാസ് ബ്രിഡ്ജിമക്ക്. അപ്പോൾ അതിൽ 3/4 ഭാഗവും ഓഫ് റോഡാണ്. കുറച്ച് ഭാഗം മാത്രമേ ഉള്ളൂ കോൺക്രീറ്റ് ചെയ്ത ഭാഗം, ബാക്കി ഫുള്ള് ഓഫ് റോഡാണ്. അപ്പോൾ നമുക്ക് ആ കാഴ്ചകളൊക്കെ കാണാം. ഗൈസ്, ഓഫ് റോഡ് എന്ന് പറഞ്ഞ ഒരു രക്ഷയില്ല. നല്ല അടിപൊളി ഓഫ് റോഡ്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഓഫ് റോഡൊക്കെ കഴിഞ്ഞ് ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ ടിക്കറ്റ് കൗണ്ടറിൽ അവിടെ എത്താനായി. ഗൈസ്, ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ ടിക്കറ്റാണ് 250 രൂപ ഒരാൾക്ക്. ഓഫ് റോഡ് പറഞ്ഞാൽ 7 കിലോമീറ്റർ നല്ല സുഖസുന്ദരമായിട്ടുള്ള ഓഫ് റോഡ്. ചെറുതൊന്നല്ല, അത് വന്ന് കാണുന്ന അനുഭവിക്കണ്ട പറഞ്ഞ ആർക്കും. ഗൈസ്, അവസാനം ഗ്ലാസ് ബ്രിഡ്ജിലേക്ക് എത്തി നമ്മള്. എൻജോയ്. നമ്മൾ ടിക്കറ്റ് എടുത്ത് കുറച്ചുകൂടി നടന്ന് കുറച്ച് കയറിയിട്ട് വേണം ഈ ഗ്ലാസ് ബ്രിഡ്ജ് എത്തണമെങ്കിൽ. ബ്രിഡ്ജിൽ നമുക്ക് ഏകദേശം ഒരു 5 മിനിറ്റ് മാത്രമേ നിൽക്കാൻ പറ്റുള്ളൂ. അവിടെ ജസ്റ്റ് ചെന്നിട്ട് ആ എൻഡിൽ നിന്ന് ഒരു ഫോട്ടോ എടുത്ത് പോരുക. അത് മാത്രമേ ബ്രിഡ്ജിൽ നിന്ന് താഴേക്കുള്ള ഒരു കാഴ്ചയാണിത്.
ഗ്ലാസ് ബ്രിഡ്ജ് നിന്നുള്ള കാഴ്ചയൊക്കെ കണ്ട് ഫോട്ടോ ഒക്കെ എടുത്ത് ഞങ്ങൾ നേരെ ഗ്ലാസ് ബ്രിഡ്ജിൽ നിന്ന് ഇറങ്ങി. അത് കഴിഞ്ഞ് ഞങ്ങളിത് ഈ ഒരു കാണുന്ന സംഭവത്തിൽ കയറി ഇതിൻ്റെ മുകളിൽ നിന്നുള്ള വ്യൂ കാണിച്ചു തരാം. ഇതിൻ്റെ പേര് ട്രീ ടോപ്പ് വ്യൂ പോയിന്റ് എന്നാണ്. ഇത്രയും ഹൈറ്റിലാണ് കാഴ്ച ഞങ്ങൾ നിൽക്കുന്നത്. കാഴ്ച അപ്പോൾ 900 കണ്ടിയിലെ കാഴ്ചകളൊക്കെ കണ്ട് നേരെ യാത്ര തിരിച്ചു. 900 കണ്ടിയിൽ നിന്ന് തിരിച്ചു പോകുന്നു. നമ്മൾ ആ കയറി അതേ ഓഫ് റോഡ് തിരിച്ച് അതേപോലെ ഇറങ്ങുന്ന സമയത്ത് നമുക്ക് കുറച്ച് കോടയൊക്കെ കിട്ടിയിട്ടോ. ഗൈസ് അപ്പോൾ ഇതാണ് നമ്മുടെ ഡ്രൈവർ ചേട്ടൻ, നമ്മുടെ ഓഫ് റോഡ് വണ്ടിൻ്റെ ഡ്രൈവർ ചേട്ടൻ ഇതാണ്. എന്താ കൊട, ആകാശവും ഭൂമിയൊക്കെ ഒരേ പോലെയാണ്. ഫുള്ള് വെള്ളം, അടിയിൽ ചെറിയൊരു അരുവിയുമുണ്ട്. അരുവി ഗൈസ് നമ്മൾ 900 കണ്ടിയിൽ നിന്ന് ഒരു വൈകുന്നേരമാണ് ഇറങ്ങിയത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നല്ല കോട നമുക്ക് കിട്ടി. നല്ലൊരു മഴ പെയ്ത് തുറന്നിട്ട് നല്ലൊരു കോട നമുക്ക് കിട്ടി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം.